എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ മുരുകന്റെ രണ്ടാം പടை വീടാണ് തിരുച്ചെന്തൂരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആറുമുഖപ്പെരുമാനിൻ രണ്ടാം പടை വീട് തിരുച്ചെന്തൂരാണ്. മുരുകപ്പെരുമാന്റെ മറ്റ് പടை വീടുകളെല്ലാം മലയിന്റെ മുകളിൽ ഇരിക്കും. പക്ഷേ ഈ തിരുച്ചെന്തൂർ മാത്രം ഭൂമി ഈ കടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തറയിലിരിക്കും, ഭൂമിയിലിരിക്കും. പക്ഷേ പണ്ടും തിരുച്ചെന്തൂർ അമ്പലം വന്ന് മലയുടെ മുകളിലാണ് ഉണ്ടായിരുന്നത്. എന്നു വെച്ചാൽ കുன்றേർക്കുമിടമെല്ലാം കുമരനിർക്കുമിടം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എവിടെയെല്ലാം മലകൾ ഇരിക്കുന്നോ അതിന്റെ മുകളിലെല്ലാം കുമരൻ എന്ന് വെച്ചാൽ മുരുകപ്പെരുമാന്റെ പേരാണ്. മുരുകപ്പെരുമാൻ അവിടെ എല്ലാം വാസസ്ഥലമുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. തിരുച്ചെന്തൂർ ക്ഷേത്രം മലയുടെ മുകളിലാണ് പണ്ട് ഉണ്ടായിരുന്നത് എന്നാണ് ആരാய்ச்சிയാളர்கள் പറയുന്നത്. എന്ന് വെച്ചാൽ വള്ളി ഗുഹയുണ്ടല്ലോ, അത് അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മുരുകപ്പെരുമാനുക്ക് 6 പടை വീട് ഉണ്ടെങ്കിലും മിகவும் പ്രസിദ്ധി പെറ്റത് ഈ 6 പടை വീടിലും തിരുച്ചെന്തൂരാണ്. എന്ന് വെച്ചാൽ തിരുച്ചെന്തൂരിലാണ് മുരുകപ്പെരുമാൻ സൂരപത്മനെ വധം ചെയ്യുന്നത്. കന്തസഷ്ടി വില കൊണ്ടാടുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് തിരുച്ചെന്തൂരിലാണ്. എന്ന് വെച്ചാൽ അവിടെ വെച്ചല്ലേ വധം ചെയ്തത്. അതുകൊണ്ട് അതൊക്കെ പ്രസിദ്ധി പെറ്റ സ്ഥലമാണ് തിരുച്ചെന്തൂർ. പിന്നെ മുരുകപ്പെരുമാൻ ഭക്തർകളെ എല്ലാവർക്കും രാജ അലങ്കാരത്തിൽ ഷൺമുഖനായിട്ടാണ് ദർശനം കൊടുക്കുന്നത്. പിന്നെ കയ്യിൽ പാർവതി ദേവി കൊടുത്ത വേലും കയ്യിൽ വെച്ചിരിക്കും. അത് എന്തിനറിയാം, ഒരു വെറ്റി ധീരനാക അനുഗ്രഹം ചെയ്യുന്നതാണ് മുരുകപ്പെരുമാൻ. പിന്നെ കുമരകുറുബര സ്വാമികൾ എന്ന് പറയുന്ന സ്വാമികൾ ജനിച്ചപ്പല്ലേ ഊമയായിരുന്നു, അതായത് സംസാരിക്കാൻ പറ്റാത്ത ഒരു കൊച്ചായിരുന്നു. അവരെ തിരുച്ചെന്തൂരിൽ കൊണ്ടുപോയിട്ടാണ് അവർ അച്ഛനും അമ്മയും കൊണ്ടുപോയപ്പം അവരുടെ 5ാമത്തെ വയസ്സിൽ കുമരകുറുബര സ്വാമികൾ നല്ലപോലെ സംസാരിക്കാൻ പഠിച്ചു. ആദ്യം പേശിയത് അവിടെ തിരുച്ചെന്തൂരിൽ വെച്ചാണ്. പിന്നെ മുരുകപ്പെരുമാൻ തിരുച്ചെന്തൂരിൽ സൂരസംഹാരം കഴിഞ്ഞിട്ട് അവർക്കിപ്പോൾ ദോഷം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മുരുകപ്പെരുമാൻ പഞ്ചലിംഗങ്ങളെ പൂജ ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നുവെച്ചാൽ ശിവപെരുമാനെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ നമ്മളുടെ സകല ദോഷങ്ങളും മാറി കിട്ടും എന്നതിലേക്ക് ഇത് ഒരു ഉദാഹരണമാണ്. മുരുകൻ പൂജിച്ച ആ 5 പഞ്ചലിംഗത്തിന്റെ പേര് എന്തെന്ന് വെച്ചാൽ ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സത്യാജതം എന്നാണ് പേര്. അതായത് ശിവപെരുമാന്റെ 5 മുഖത്തെയും 5 ലിംഗവുമായിട്ട് പ്രതിഷ്ഠ ചെയ്താണ് മുരുകപ്പെരുമാൻ അവിടെ പൂജ ചെയ്തത്. പിന്നെ ഈ തിരുച്ചെന്തൂരിലെ മുരുകൻ പൂജിച്ച ഈ പഞ്ചലിംഗങ്ങൾ എവിടെ ഇരിക്കുന്നു വെച്ചാൽ നമ്മൾ കരുവറയില് നമ്മളിപ്പോ മുരുകനെ ദർശിക്കത്തില്ലേ, ആ കരുവറയുടെ വടക്ക് സൈഡ്, അതായത് നോർത്ത് സൈഡിലുള്ള ഒരു ചെറിയ വാതിൽ വഴിയാ പോയാൽ இந்த പഞ്ചലിംഗങ്ങളെ നമുക്ക് ദർശിക്കാൻ പറ്റും. അവിടെ ഇരിക്കുന്ന മുരുകപ്പെരുമാൻ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഈ പഞ്ചലിംഗങ്ങളെയും മുരുകപ്പെരുമാൻ പൂജിക്കാൻ വേണ്ടി അവിടെ താമരപ്പൂ കൊണ്ട് ഇങ്ങനെ പൂജിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ പൂജിക്കുമ്പോൾ അവിടെ പറയുന്ന ഈ ദേവറുകൾ എല്ലാവരും വന്നിട്ട് സ്വാമി എന്നെ വിളിക്കും. സ്വാമിനെ വിളിച്ചപ്പം മുരുകപ്പെരുമാൻ എന്ത് വിചാരിക്കും, പിന്നെ അസുരന്മാരുടെ എന്തെങ്കിലും പ്രശ്നം വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന പൂ കൊണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. ആ ഒരു പോസിംഗിൽ തന്നെ അവിടെ ഇപ്പോഴും മുരുകപ്പെരുമാൻ ഇരിക്കുന്നുണ്ട്. ആ പഞ്ചലിംഗം ഉണ്ട്, പഞ്ചലിംഗത്തിന്റെ അടുത്ത് മുരുകപ്പെരുമാൻ ഈ ഒരു പോസിംഗിലാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിന്റെ മേർക്ക് എന്ന് പറയുന്നത് വെസ്റ്റ്, ഈ വെസ്റ്റ് സൈഡിലുള്ള രാജഗോപുരം ഭയങ്കര വലുതാണ് കേട്ടോ. പിന്നെ അവിടെ മൂലവരായിട്ട് എടുക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അവർ എവിടെ ഇരിക്കുന്ന വെച്ചാൽ ഈസ്റ്റ് കിഴക്ക് സൈഡിലാണ് മൂലവരായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നത്. പിന്നെ ഷൺമുഖരായിട്ട് ഇരിക്കുന്നത് സൗത്ത് സൈഡ്, അതായത് തെർക്ക് നോക്കി ഈ ഷൺമുഖർ ഷൺമുഖർ ഇരിക്കുന്ന സൈഡ് സൗത്ത് സൈഡാണ്. ഇനിയിപ്പം ഈ തിരുച്ചെന്തൂർ എവിടെ ഇരിക്കുന്ന വെച്ചാൽ ഈ തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലെ ഒരു 40 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ തിരുച്ചെന്തൂർ ഉള്ളത്. ഇനിയിപ്പോൾ ആരൊക്കെ തിരുച്ചെന്തൂർ പോയാലും ഇനി ഈ പഞ്ചലിംഗ ദർശനവും പോയി ഒന്ന് നോക്കണേ. പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവും തോന്നുന്നു കേട്ടോ. എനിക്ക് അത്രയും വലിയ ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല, അത് എനിക്കറിയാം. പിന്നെ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.